ദിക്ർ ചൊല്ലിയാൽ ആ ദാക്കിറിനെ സംബന്ധിച്ചുള്ള സർവ്വകാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്ന, നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മളോട് ബന്ധപ്പെട്ടതായ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാര മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സർവ്വസമയത്തും പ്രത്യേകമാവുന്ന അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ പ്രത്യേക ഒരു ഇനായത്ത്, ഒരു പ്രത്യേക ശ്രദ്ധ നമ്മളിലേക്കുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ആ നിലക്ക് ഈ ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റ് തന്നെയാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അവരെ പേരും അവരെ പറ്റിയുള്ള മൗലിദുകൾ, അത് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇസ്ലാമിനെതിരെ പണിയെടുക്കുന്ന, കുതന്ത്രം പണിയുന്ന അല്ലെങ്കിൽ മെനയുന്ന വ്യക്തമായ രൂപമാണിത്. ഷിർക്കൻ വിശ്വാസം ഇസ്ലാമിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം മെനക്കെടാണ്, പാടുപെടാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ദിക്റുകൾ ചെല്ലുക, അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലുന്നത് പറഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യാണ്? അതുപോലെ തന്നെയാണ് മഹാന്മാരെ പേരുള്ള മൗലിദ് പാരായണം ഗദ്യത്തിലായാലും പദ്യത്തിലായാലും എന്ന് വരുത്തി തീർക്കാണ്. അപ്പൊ അവിടുന്ന് എല്ലാം കൊണ്ടുവന്നിട്ട് ആദ്യം നല്ലത് പറഞ്ഞിട്ട് മെല്ലെ ഷിർക്കിലേക്കാണ് ഉന്തിടുക, നരകത്തിലേക്ക്. സ്വർഗത്തിന്റെ വൈക്ക് കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ടേ സ്വർഗത്തേക്കാണ് എത്താനാവുമ്പോ നരകത്തേക്ക് ഒരു ഒറ്റ തള്ള. ഇയാളൊക്കെ നീച്ചു നിൽക്കാൻ പറ്റാതായി. ഇനിയും അള്ളാഹ്ക്കെതിരെ പണിയെടുക്കാന്ന് പറയുമ്പോ ഒന്ന് ചിന്തിച്ചൂടെ? എന്തായാലും ബാക്കി കേൾക്കാം. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് നോക്കാം, അങ്ങനെ മനസ്സിലാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസ്സാൻ ബിൻ സാബിത്തിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു, യാ ഹസ്സാൻ ഉഹുജുൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ച് നീ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്സാൻ ബിൻ സാബിത്ത് എന്നോട് അതിന്റെ ഉടനെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബ്രീൽ മഅക്ക്, ഹസ്സാനെ ജിബ്രീൽ നിന്റെ കൂടെ ഉണ്ടാവും, ജിബ്രീൽ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. അപ്പൊ വളച്ചൊടിക്കാണ്. ആ പാടുന്ന പാട്ട് ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. അപ്പൊ ജിബ്രീലും ഉണ്ടാവും അതിന്റെ കൂടെ. എന്നിട്ട് ഇത് വളച്ചു കൊണ്ടുപോകണം എവിടേക്കാണ്? മൗലൂദ് ഓതാനുള്ള ഒരു ന്യായീകരണമായിട്ട്, തെളിവായിട്ട് മൂപ്പര് പറയാണ്. അത് പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നീ പാടുന്നത്. കേട്ടല്ലോ? അപ്പൊ പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട ദിക്റാണ് നീ പാടുന്നത്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇയാൾക്കറിയില്ല. അതുകൊണ്ട് ജിബ്രീലിന്റെ കൂടെ ഈ ദിക്ർ ചൊല്ലുന്ന, ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജിബ്രീൽ പാട്ട് പാടുന്ന ആളാ? അല്ലാഹുവിന്റെ മലായിക്കത്ത് അവർ പാട്ടുപാടി നടക്കണവരാ. അപ്പൊ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞു, ജിബ്രീലിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്സാനെ നീ പാടുന്ന ഈ പാട്ട് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. അത് ദിക്റായതുകൊണ്ട് ജിബ്രീലും നിന്റെ കൂടെ ഈ ദിക്ർ ചൊല്ലുന്ന. അപ്പൊ അത് മഹാൻ, അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റസൂൽ മൂപ്പര് ഉരുളൽ കഴിഞ്ഞു, ഇനി മൂപ്പര് ന്യായീകരിക്കാണ്. മൂപ്പര് ഉദ്ദേശിച്ചോടത്തേക്ക് അദ്ദേഹത്തിന്റെ അണികളെ എത്തിക്കാണ്, അഥവാ നരകത്തേക്ക് തള്ളിയിടാണല്ലോ. ആ ഒരു ഉത്തരവാദിത്തം പിശാചിന്റെ അടുത്ത് ഏറ്റെടുത്ത തുതിക്ക് എങ്ങനെയും കൊണ്ടായിട്ട് ഉന്തി കൊണ്ടായിട്ട് ആ നരകത്തേക്ക് തള്ളണം. അതിന് ഒരു നിയ്യത്ത് വെച്ച മനുഷ്യനാണിത്. എന്തായാലും ബാക്കിയോട് പറയട്ടെ. റസൂലിനെ സംബന്ധിച്ചുള്ള മദ്ഹയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് പാടുന്നത്. അപ്പൊ റസൂലിനെ സംബന്ധിച്ചുള്ള മദ്ഹ് അത് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും അത് ദിക്ർ തന്നെയാണ്. അതാണ് നമ്മൾ മാലകളും മൗലൂദുകളും ഒക്കെ ദിക്റാന്ന് പറയുന്നത്. ഇപ്പൊ ദിക്ർ ഏതാന്ന് മൂപ്പരാണ് തീരുമാനിക്കാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാം ദിക്റാണ് മൂപ്പർക്ക്. ഇനി മാല മൗലൂദുകള് അത് ഗദ്യത്തിലായാലും പദ്യത്തിലായാലും ശരി, അതൊക്കെ ദിക്റാണ്. അത് അണ്ണൻ എഴുതിയാലും ആദിവാസി എഴുതിയാലും ഒക്കെ എന്തുണ്ട്? അള്ളാഹിന്റെ പ്രതിഫലം കിട്ടുന്നതാണ് ഇയാൾ പറയണത്. ആരെഴുതിയാലും ശരി, ഇവർക്ക് അതൊക്കെ പാടി നടന്നാല് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസമുള്ള ഒരു ജാതി മനുഷ്യന്മാര്. മഹാന്മാരാവുന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരെ സംബന്ധിച്ചുള്ളതായ അവരെ പേരുകൾ ദിക്റാണ്. ഖുതുബിയത്തിലൊക്കെ കണ്ടില്ലേ, യാ ഗൗസ് യാ മുഹിയ്യത്ത്, ഞാൻ വെറുതെ അങ്ങനെ വിളിച്ചു പോവുകയല്ല, അതൊരു പ്രധാനപ്പെട്ട ദിക്റാണത്. ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ അത് അള്ളാഹ്ക്ക് അർപ്പിക്കാനുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ ചെല്ലാനുള്ളതാണ്. ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ജനങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ച കർമ്മങ്ങൾ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളാണ്, സൽപ്രവർത്തികളാണ്. എന്നിട്ട് അതിലേക്ക് മൂപ്പര് ദിക്റാണ് എന്ത്? മഹാന്മാരുടെ പേരിൽ ചെല്ലുന്ന എല്ലാ പാട്ടും എല്ലാ കൂത്തും കുത്തുബൈത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. എന്ത്? യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വെറുതെ ചെല്ലലാണ്. ഇതൊക്കെ എന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുക. ഈ ആളുകളെ വെല്ലം തള്ളിയിട്ട് വല്ല സ്വകാര്യം പറഞ്ഞ് തള്ളിയാണ് കൊണ്ടുപോവുക. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് പറയുന്നത് മഹാനാവുന്ന ശൈഖ് തങ്ങൾക്കുള്ള പേര്, അതൊരു ദിക്റാണ്. അവരുടെ ചരിത്രം ദിക്റാണ്. അവരെ സംബന്ധിച്ചുള്ള മാലകൾ ദിക്റാണ്.
ബദരീങ്ങളെ എന്നതുപോലെ മഹാന്മാരാവുന്ന ബദരീങ്ങൾ, ആ ബദരീങ്ങൾക്കുള്ളതായ പേരുകൾ അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. ബദർ കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളും അവരുടെ കൂട്ടത്തിൽ മറ്റുള്ള സ്വഹാബികളും ഒക്കെ ഉണ്ടായിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഇവരൊന്നും ആരും ഇങ്ങനെ ദിക്ർ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് ഇസ്ലാമികമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഇതര മതത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു അജണ്ടയാണിത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ബീവിമാരെ വീട്ടിലേക്കും അവരെ കല്യാണത്തിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ കയറി വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ റുബയ്യ ബിൻത് അഫ്റാ റളിയല്ലാഹു തആല അൻഹന്റെ വീട്ടിലേക്കൊക്കെ കയറി വന്നപ്പോൾ അവിടുന്ന് ആ സമയത്തുണ്ടായ സംഭവം ആ ബീവിമാര് വിവരിക്കുന്നുണ്ട്. ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാത ബുനിയവി, ഞാൻ എന്റെ ഭർത്താവും വീട് കൂടിയ പിറ്റേന്ന് രാവിലെ ഞങ്ങളെ വീട്ടിലേക്ക് റസൂലുള്ള കയറി വന്നു. നബി കടന്നു വന്നപ്പോഴോ വഇന്ദനാ ജാരിയാത്തുൻ, നമ്മളെ ചുറ്റും കുറെ ചെറുപ്പക്കാരത്തി സ്ത്രീകൾ ഉണ്ടായിരുന്നു. യദ്രിബിന ബിദ്ദുഫി, അവർ ദഫ് മുട്ടുന്നുണ്ട്. ദഫ് മുട്ട് മാത്രമല്ല വയന്ദുബിന ബിമൻ ഖുതില മിൻ ആബാഇഹിന്ന ബിബദർ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ അത്ര പറയുന്നത് എന്താ വെച്ചാൽ മുജാഹിദും ജമാഅത്തിനൊന്നും എതിർക്കാൻ പറ്റൂല. അപ്പൊ മുജാഹിദിനും ജമാഅത്തിനും എതിർക്കാൻ പറ്റുന്ന ഹദീസുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തലുണ്ട് എന്നർത്ഥം അല്ലേ? നിങ്ങള് സഹീഹ അല്ലാത്ത ഹദീസുകളും ഉപയോഗപ്പെടുത്തി ശിർക്കിലേക്ക് നയിക്കാറുണ്ട് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു ഹദീസ് ആകുമ്പോൾ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ആകുമ്പോൾ എന്തായാലും മുജാഹിദും ജമാഅത്തും എതിർക്കാൻ പറ്റൂല, അതാണ് മൂപ്പര് പറയണത്. എന്തായാലും ആ ഹദീസിൽ എന്താണെന്നുള്ളതും എന്താണ് അവിടെ അതിന് ആ ദിക്ർ അൽക്കാണോ അതോ സലാത്ത് നഗറാണോ നടത്തിയെന്നുള്ളത് നമുക്ക് കേൾക്കാം. ആ ഹദീസിനെ ബദർ കൊല ചെയ്യപ്പെട്ട അവരെ മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ, അവരെ പിതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിക്കുന്നുണ്ട്. ബദരീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി വന്നപ്പോ എന്തായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, ഒക്കെ റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് ഈ ഉരുണ്ട് മറിച്ചിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൂടെ, എന്നാ അതെങ്കിലും സമാധാനം ഉണ്ടെന്ന് കരുതാം. ഇത് അതിനും കൊടുക്കണം, കളവ് പറയണീനും കൊടുക്കണം എന്ന് വെച്ചാൽ എന്താ ചെയ്യാ. വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു എന്ന് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണുങ്ങളെ എതിർത്തില്ല. കാരണം അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഒക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും. അത് അള്ളാഹ് അറിയുന്നത് പോലെ അറിയുന്നല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? അള്ളാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ എതിർത്തിട്ടുണ്ട് മുസ്ലിയാരെ. നാളത്തെ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞപ്പോ അത് എതിർത്തിട്ടുണ്ട്. പിന്നെ ഈ ചെല്ലുന്ന ഈ പറഞ്ഞ മദ്ഹ് അത് നിങ്ങൾ ചൊല്ലിക്കോളി, അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, നാളെ സ്വർഗത്തിലേക്ക് പോകാൻ അത് മാത്രം മതി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇയാൾ സാമ്പാർ വെക്കാണ്, എല്ലാം കൂടി കൂട്ടിയിട്ടൊരു സാമ്പാർ തയ്യാറാക്കാണ്. അവിടുന്നും ഇവിടുന്നും എല്ലാം കൂടി എടുത്തിട്ട് ഇയാൾ എന്താണോ ഉദ്ദേശിച്ചത് അതങ്ങോട്ട് നിറവേറ്റാണ്. വേറെ ഒന്നുമല്ല, എല്ലാത്തിനും കുറേശ്ശെ ഇടാം. സാമ്പാർക്ക് ഇടുന്ന പോലെ അതിന്ന് എടുത്തു, ഇതിൽ നിന്ന് എടുത്തു, അവിടുന്ന് എടുത്തു, ഇവിടുന്ന് എടുത്തു, ഒക്കെ കൂടി ഉള്ളതും ഇല്ലാത്തതും എടുത്തിട്ട് ഉള്ളതിനെ കൂടി മുസീബത്താക്കണ പണിയാണ് ഇയാൾ എടുക്കുന്നത്. അല്ലാഹു അറിയുന്നതായ ആ സ്വഭാവത്തിലല്ല അവരറിയണത്. അവരതറിയും. നബി എന്ന് പറഞ്ഞാൽ തന്നെ അതാ വരാൻ പോണതും കഴിഞ്ഞതുമാവുന്ന സർവ്വസംഗതികളെ മേലും അറിയാനുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു ഖുവ്വത്ത് അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ പറഞ്ഞു ബദരീങ്ങളെ സങ്കടത്തോടു കൂടി വിളിച്ചു പോന്ന്, മരിച്ചുപോയ ബദരീങ്ങളെ സങ്കടത്തോടു കൂടി വിളിച്ചു എന്ന് നിങ്ങൾ കളവ് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെതിരായിട്ടാണ് നിങ്ങൾ ഈ കളവ് പറയുന്നത് എന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. നല്ലൊരു തലയിക്കെട്ട് കെട്ടിയിട്ട് റസൂലിനെതിരെയും അള്ളാഹ്ക്കെതിരെയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ആവും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഡിത്തം.